നെന്മാറ ഗവൺമെന്റ് ആശുപത്രിക്കെതിരെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ തിടുക്കപ്പെട്ട് രോഗികളെ എത്തിച്ചാലും മതിയായ ചികിത്സ കിട്ടുന്നില്ലെന്നാണ് പരാതി. നെന്മാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രോഗികളെ സമയത്തിന് എത്തിച്ചാലും മതിയായ ചികിത്സ നൽകാതെ തിരിച്ചയക്കുന്നതായാണ് പരാതി. സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. നെന്മാറ ആശുപത്രി സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരുപാട് സങ്കടത്തിലാണ്. കാരണം നെന്മാറ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്നത് 7-8 പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിയാണ്. ഏകദേശം നെന്മാറ പഞ്ചായത്ത്, അയിലൂർ പഞ്ചായത്ത്, മേലാർകോട് പഞ്ചായത്ത്, പല്ലസേന പഞ്ചായത്ത്, എലവഞ്ചേരി പഞ്ചായത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് നെല്ലിയാമ്പതി പഞ്ചായത്ത്. മലമുകളിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ഏറ്റവും ഒരു ആശ്രയം നമ്മുടെ നെന്മാറ ആശുപത്രിയാണ്. ഇത്രയും ഈ വണ്ടാഴി പഞ്ചായത്ത് തൊട്ട് 8 പഞ്ചായത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഇവിടെ ഇല്ല. നേരത്തെ ഒരു 25-30 വർഷങ്ങൾക്ക് മുന്നേ ഈ ആശുപത്രിയിലെ നല്ല ചികിത്സയും സ്പെഷ്യാലിറ്റികളും സർജറികളും പ്രസവ ചികിത്സയും എക്സ്റേയും പോസ്റ്റ്മോർട്ടങ്ങളും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നെന്മാറ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തുടച്ച് നീക്കിയ പാടെ ഒന്നും ഇല്ലാതാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ വരുന്ന ഡോക്ടർമാരെ പോലും ഏകദേശം നല്ല തിരക്ക് കാണുകയാണെങ്കിൽ അവരെ ഇവിടുന്ന് മാറ്റിവിടും. ഇപ്പം തന്നെ ഒരു ഓർത്തോ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ 1-2 ആഴ്ചയായിട്ട് ആ പുള്ളിക്കാരൻ നെല്ലിയാമ്പതി അവിടെ ഇവിടെയൊക്കെ മാറ്റി ഇപ്പോൾ വടക്കഞ്ചേരിക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം എല്ല് പൊട്ടി വരുന്ന രോഗികൾക്ക് ഏക ഒരു ആശ്രയം ആ വ്യക്തിയാണ്. ആ വ്യക്തി തിരക്ക് കൂടുമ്പോൾ ഇവർക്ക് സ്റ്റാഫുകൾ കുറവായിരിക്കാം, അറ്റൻഡർമാർ കുറവായിരിക്കാം, അവരിവിടെ നിന്ന് മാറ്റുകയാണ്. ഈ അപകടകരമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത്യാവശ്യ നിലയിൽ ഒരു 10 രോഗികൾ പെട്ടെന്ന് വരുന്ന എമർജൻസി കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം പോലും ഇവിടെ ഉണ്ടായില്ല. നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടാവും. ഒരു നേരത്തെ പഴയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ 6 ബെഡ് നിലവിൽ 2018 പ്രളയ സമയത്ത് ഞാനാണ് നമ്മുടെ ഡ്രൈവർമാരെല്ലാം കൂടി 10 മൃതശരീരങ്ങൾ വാരിയെടുത്ത് അപകടപ്പെട്ടവരെ കൊണ്ടുവന്നപ്പോൾ മുകളിലത്തെ പഴയ കെട്ടിടത്തെ കിടത്തി ചികിത്സ ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാഷ്വാലിറ്റി പറഞ്ഞവരെണ്ണം വന്നിട്ടുണ്ട്. നിങ്ങൾ തിരിഞ്ഞു നോക്കി അവിടെ എഴുതിയിരിക്കുന്നത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം കാഷ്വാലിറ്റി എന്ന് വിഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? OP അല്ലേ. ഇവിടെ ഒരു ഇത്രയും നല്ല സൗകര്യം ഉണ്ടായിട്ട് അടച്ചുറപ്പ് പോലെ കിണറിൻ്റെ അവിടെയാണ് കൊണ്ടൊരു കാഷ്വാലിറ്റി വെച്ചിരിക്കുന്നത്. എന്തിന് പറ്റും അവിടെ? തിങ്കളാഴ്ച നെല്ലിയാമ്പതിയിലുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റവരെ എത്തിച്ചപ്പോഴും ചെറിയ പരിക്കുള്ളവരെ പോലും ജില്ലാ ആശുപത്രിയിലേക്ക് തിരിച്ചയച്ചതായി പറയുന്നു. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നെന്മാറയിലെ ആംബുലൻസുകളെ സർക്കാർ ആശ്രയിക്കുന്നത്. സൗജന്യമായാണ് ഈ സേവനം. നെല്ലിയാമ്പതിയിലെ രോഗികളെ കൊല്ലങ്കോട് നിന്നും മറ്റും 108 ആംബുലൻസുകളിൽ എത്തിച്ചാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതുകാരണം രോഗികൾക്ക് സമയത്തിന് ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് ആംബുലൻസുകാരുടെ പരാതി. ആംബുലൻസ് ബാന്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞുതരാം. രാത്രി മുഴുവൻ മഴക്കെടുതിയായിട്ട് രാത്രി ഞങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവർമാർ അത്യാവശ്യ നിലയിൽ ഇവിടെ ഞങ്ങൾ കിടന്നുറങ്ങും. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ ഒരു രോഗിനെ എമർജൻസിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ കൊടുവായൂരിന്ന് വണ്ടി വിളിക്കുക, വടക്കഞ്ചേരിന്ന് വണ്ടി വിളിക്കുക, കൊഴലമന്ത് വണ്ടി വിളിക്കുക, ഈ എലവഞ്ചേരിന്ന് വണ്ടി വിളിക്കുക, 108 ആംബുലൻസ് മുതലമടയിൽ നിന്ന് വണ്ടി വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്യാഹിത നിലയിൽ കിടക്കുന്ന രോഗികളെ ഈ തൊട്ടടുത്ത് ഉറക്കമൊഴിച്ച് കൊതുകടിയോട് കിടക്കുന്ന ഡ്രൈവർമാർക്ക് അവരെ വിളിക്കാതെ പുറത്തുള്ള വണ്ടിക്കാരെ വന്നിട്ടാണ് ഇവർ സ്വകാര്യ ആശുപത്രിക്കാണ് ഈ രോഗികളെ കൊണ്ടുപോകുന്നത്. അത് സാമ്പത്തികം. ഇവർ കൊണ്ടുപോയിട്ട് സ്വകാര്യ ആശുപത്രി കൊണ്ട് കയറ്റി കഴിയുമ്പോൾ അവർ 1 മണിക്ക് കഴിഞ്ഞ ആഴ്ച ഒരാൾ കൊണ്ടുപോയി. ഇവർ അമ്മനെ കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് 6000 ചിലവായി കൊണ്ട് കുടുംബക്കാർ തമ്മിൽ വഴക്കാണ് അവിടെ. എന്നിട്ട് അവരെ നേരെ കൊണ്ടുപോയി ഇവരെ വിളിച്ചിട്ട് നേരെ പാലക്കാട് ജില്ലാസ്പത്രിക്ക് കൊണ്ടുപോയത്. സാമ്പത്തികമില്ല. ബന്ധപ്പെട്ടിട്ട് അല്ല ഞങ്ങളാൽ കഴിയുന്ന എല്ലാം ചെയ്തു. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ 5-6 വണ്ടിയും പോയി. അത് കൂടാതെ തന്നെ കൊടുവായൂർ കൊല്ലങ്കോട് 2 ആംബുലൻസ് ഞങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങളാൽ കഴിയുന്ന നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു. പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ട് വയ്യാത്ത രോഗികളെ ഞങ്ങൾ വേണം. അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ 108 വിളിച്ചു വിടുകയാണ്. ഇവരുടെ ശൈലി അതാണ്. ഇവിടെ ഒരു പേഷ്യൻ്റ് കൂടി ഒരു മുറിവായ പേഷ്യൻ്റ് പോലും ഇവിടെ ഇല്ല. എല്ലാം പാലക്കാടാണ്. ഞങ്ങൾ അവിടെ നിന്ന് ചവിട്ടി പിടിച്ച് 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വേഗം എഴുതി നേരെ പാലക്കാട് വിട്ടേക്ക്. ഇവിടെ കയറേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. ഇവിടെ കൊണ്ടുവന്നു ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഞാൻ പാലക്കാട് 2 പേരെ കൊണ്ടുപോയി. എമർജൻസി ബ്ലീഡിംഗ് ആണ് മൊത്തം. തല പൊട്ടിയതിനെ കൊണ്ടുപോയത്. ഇത് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. അവിടെ പോലും മരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ തീരെയില്ല. വെളിയിലാണ് ഞാൻ മേടിച്ച് കംപ്ലീറ്റും ഈ മരുന്ന് ഞാൻ മേടിച്ചിട്ട് വരുന്നത്. ഇതപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പോയപ്പോൾ കാല് കുതിർന്നാണ്. ഇവിടെ സമയത്തിന് നിങ്ങൾ ഉച്ച നേരത്തെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു മരുന്നും ഇവിടെ ഇല്ല. ഒക്കെ ഇതാ ഓയിൽമെൻറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് വെളിയിൽ നിന്ന് മേടിച്ചാണ്. ഇതാ കാണിക്കാനല്ല. ഇതാ 115 റുപ്യ വിലയാണ് വെളിയിൽ നിന്ന് മേടിച്ചാക്കുന്നത്.
ഇവിടെ ഇല്ല. അന്ന് അവിടുന്ന് മന്ത്രി പറയുന്നത് എന്താണ്, ആശുപത്രിയിൽ ഇഷ്ടം പോലെ മരുന്നുണ്ട്, ഇഷ്ടം പോലെ ഇതുണ്ട്, ഒന്നുമില്ല, ഒക്കെ പ്രൈവറ്റ് ആശുപത്രിക്കാ പറഞ്ഞു ഇവര്. ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ല, ഒരു സിസ്റ്റം ഇവിടെ വർക്കാവുന്നില്ല. കാരണം എല്ലാവരും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഒരുപാട് മലയോര പ്രദേശങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നെന്മാറ, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സാഹചര്യമില്ല, എല്ലാം വരിക, അവിടെ ഇരുത്തുക, നമ്മൾ വണ്ടിക്കേറ്റ് കൊണ്ടുപോവുക. ഒരു ഹോസ്പിറ്റലല്ലേ, അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. അത് ഒന്ന് ഉണ്ടാക്കി തരണം എന്നാണ് 75 പേരോ 72 പേര് ആക്സിഡന്റ് പറ്റി, ഒരാളെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് സംവിധാനം പറയണ്ടേ ഞങ്ങൾ? സാധാരണ സമയങ്ങളിലും രോഗികളെ എത്തിച്ചാൽ ചീട്ടെഴുതി ജില്ലാ ആശുപത്രിയിലേക്ക് അയക്കുകയാണ്. 2018 പ്രളയത്തിൽ നെന്മാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ സ്തുത്യർഹമായ സേവനമാണ് നൽകിയതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. UTV ന്യൂസ്, പാലക്കാട്.